ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ജൂലൈ 26. സോ ഒരു വർഷമായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ യാത്ര ഇന്നാണ്. ഞങ്ങൾ നാട്ടിലോട്ട് വരികയാണ്. 6 മന്ത് ഓഫ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ചെറിയ ചില ഫിസിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഓവർകം ചെയ്ത് ഹാപ്പി ആയിട്ട് നാട്ടിൽ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. നമ്മൾ ലഗേജസ് ഒക്കെ പാക്ക് ചെയ്തു. ദെൻ നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചു. കാരണം നമ്മൾ എയർപോർട്ട് വരെ പോകുന്നത് ബസ്സിലും ട്രെയിനിലും ഒക്കെയാണ്. ബസ് എന്ന് പറയുന്നത് നാഷണൽ ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ട്രെയിനിൽ പോകാൻ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് കയറണമായിരുന്നു. പക്ഷേ ഒരു UK-കാരനായിട്ടുള്ള ഒരാൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം എനിക്ക് വെയിറ്റ് അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ട്രെയിനിൽ നമുക്ക് ആദ്യം ഗ്യാഡ്വിക്കിലേക്കാണ് പോവേണ്ടിയിരുന്നത്. ഗ്യാഡ്വിക്ക് ടു ഹീത്രോ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്യാഡ്വിക്കിലെത്തി. ഗ്യാഡ്വിക്ക് വരെ ട്രെയിനിലാണ് വന്നത്. സോ ഇനി ഇവിടെ നിന്ന് ഒരു നാഷണൽ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗ്യാഡ്വിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നാഷണൽ ബസ്സിൻ്റെ സ്റ്റോപ്പിലേക്ക് നമുക്ക് ഗ്യാഡ്വിക്ക് എയർപോർട്ടിനകത്തൂടെയാണ് പോവേണ്ടത്. സോ നമ്മൾ ഗ്യാഡ്വിക്ക് എയർപോർട്ടിനകത്തൂടെ കയറി ഞങ്ങളുടെ നാഷണൽ ബസ് വന്നിരിക്കുന്നത്. സോ ലഗേജ് ഒക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ നാഷണൽ ബസ്സിലെ ജേർണി എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു അത്. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഹീത്രോ എയർപോർട്ടിൽ എത്തിയിരുന്നു. കാരണം പുതിയ പ്രൊസീജിയർ അനുസരിച്ച് ഷെയർ കോഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ട്രാവൽ എങ്ങനെയാണ് എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. സോ നമ്മൾ ഹീത്രോ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈം 9:55 ആയിരുന്നു. സോ നമ്മൾ അവിടെ ഒരു 3 മണി അടുപ്പിച്ച് തന്നെ എത്തിയായിരുന്നു. ദെൻ നമ്മൾ ഫ്രഷായി വെയിറ്റ് ചെയ്തു, ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിപ്പാർച്ചർ ഗേറ്റിലോട്ട് പോയി. ഗേറ്റ് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും നല്ല വിശന്നു. സോ ഹീത്രോ എയർപോർട്ടിനുള്ളിൽ തന്നെയുള്ള സിൽവർ സ്പൂൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കഴിക്കാൻ എത്തിയത്. ഞാൻ ബ്രഞ്ചും ഹസ്ബൻഡ് ചിക്കൻ ബർഗറുമാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഫ്ലൈറ്റിൻ്റെ സമയമായിരുന്നു. ഫ്ലൈറ്റിൽ കയറി ഓൾറെഡി കുറച്ച് ടയേർഡായിരുന്നു. സോ ഈ വാട്ടർ ബോട്ടിൽ ഫസ്റ്റ് എനിക്ക് എയർ ഹോസ്റ്റസ് കൊണ്ട് തന്നെയാണ്, പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ. ദെൻ ഇത്തിഹാദിൻ്റെ ഒരു പൗച്ച് ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഉറങ്ങുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാനുള്ള ഒരു ഗ്ലാസ്, പിന്നെ ഒരു ഹെഡിൽ ഇയറിൽ വെക്കുന്ന ഒരു പിന്നെ ഒരു ഹാൻഡ് ക്രീം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഡിന്നർ ടൈം ആയിരുന്നു. സോ ഇതായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഡിന്നർ. പ്ലസ് ഡ്രിങ്ക്സ് ആയിട്ട് ഓറഞ്ച് ജ്യൂസായിരുന്നു സെലക്ട് ചെയ്തത്. ഒരു പുഡിങ്ങും ഉണ്ടായിരുന്നു. മോർണിംഗ് പിസ്സ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, പ്ലസ് ഒരു ടീ, അതിൻ്റെ കൂടെ ഓറഞ്ച് ജ്യൂസ്. 6 മന്തിലെ ഒരു ഫ്ലൈറ്റ് ജേർണി കൊണ്ട് എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം കാലിലെ നീരാണ്. പിറ്റേ ദിവസം 7:45 ആയപ്പോഴത്തേക്കും തന്നെ അബുദാബിയിൽ ലാൻഡ് ചെയ്തു. അബുദാബി എയർപോർട്ടിന് അകത്ത് ലാൻഡ് ചെയ്തു. പിന്നെയുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉച്ചയ്ക്ക് 2:45 ഉണ്ടായിരുന്നത്. സോ നമ്മൾ വിചാരിച്ചു ഡ്യൂട്ടി ഫ്രീയിൽ കയറി കുറച്ച് സാധനങ്ങൾ കൂടെ പർച്ചേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ചപ്പോഴത്തേക്കുമാണ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടിയത്. അവിടെ നിന്ന് അത്യാവശ്യം നല്ല ദോശയും ഒക്കെ കഴിച്ചു. നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും തന്നെ കാല് നീരടിച്ചൊരു പരുവമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നു അബുദാബി ടു ട്രിവാൻഡ്രം. ഒരു 4 hour ജേണി ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തെത്തി ബാഗേജ് ക്ലെയിം ചെയ്തു. നല്ലൊരു ജേണി ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 6 മന്തിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു പ്രോഡക്റ്റ് കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ ജേണിയിൽ. സോ പുറത്ത് എക്സിറ്റിൽ അച്ഛനും അമ്മയും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയി. താങ്ക് യു ഫോർ വാച്ചിങ്.